മൻമോഹൻ സിംഗിന്റെ നിര്യാണം രാജ്യത്തിന് ഒരിക്കലും നികത്താനാകാത്ത നഷ്ടമാണെന്ന് രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ പി.ജെ. കുര്യൻ. കടുത്ത പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യരക്ഷകനായി നിലകൊണ്ട വ്യക്തിയാണ് മൻമോഹൻ സിംഗെന്നും പി.ജെ. കുര്യൻ ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണം എന്ന് ഈ രാജ്യത്തിന് ഒരിക്കലും നികത്താനാകാത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരിക്കലും നികത്താനാകാത്ത നഷ്ടം. അദ്ദേഹം രാജ്യത്തെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ച രാജ്യത്തിന്റെ രക്ഷകനായിരുന്നു. 1991 അദ്ദേഹം പ്രധാനമന്ത്രി ആകുന്ന സമയത്ത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഏറ്റവും വലിയ തകർച്ചയിലായിരുന്നു. ലോകരാജ്യങ്ങളൊന്നും നമ്മളെ വിശ്വസിക്കാത്ത സമയം നമുക്കാരും വായ്പ തരുന്നില്ല. അതുപോലെ ഒരാഴ്ചത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള വിദേശ നാണ്യം നമുക്കില്ല. അത്തരൊരു പ്രതിസന്ധി മുന്നോട്ട് പോയിരുന്നെങ്കിൽ രാജ്യം വലിയ അപകടത്തിലേക്ക് നീങ്ങുമായിരുന്നു. മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞ സാമ്പത്തിക വിദഗ്ധൻ ധനകാര്യമന്ത്രിയായാണ് ആ പ്രതിസന്ധിയിൽ നമ്മളെ രക്ഷിച്ചത്. ഒരു ദിവസം എല്ലാവർക്കും, ഗ്രാമങ്ങളിൽ തൊഴിലില്ലാത്ത എല്ലാവർക്കും 100 ദിവസം എന്ന പദ്ധതി, തൊഴിൽ ഇല്ലെങ്കിലും അവർക്ക് വേതനം കൊടുക്കുക, അതായിരുന്നു ആ പദ്ധതി. അതൊക്കെ കൊണ്ടുവന്നത് മൻമോഹൻ സിംഗ് ആണ്. അതിന്റെ എല്ലാം കാരണം ഉദാരവൽക്കരണ നയത്തിൽ കൂടെ ഉണ്ടായ സാമ്പത്തിക നഷ്ടങ്ങളാണ്. ഇന്ന് രാജ്യത്തുണ്ടായിട്ടുള്ള വ്യവസായ രംഗത്ത്, സാമ്പത്തിക രംഗത്തുള്ള നേട്ടങ്ങളെ കുറിച്ച് പലരും പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ കാരണക്കാരനും അതിന്റെ അടിസ്ഥാനമിട്ടതും ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അവൻ ദൃശ്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ധനകാര്യമന്ത്രി, ഇന്ത്യയെ രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധി രക്ഷിക്കപ്പെടും. അതുപോലെ പ്രധാനമന്ത്രി നിലയിൽ UPA ഒന്നാം കാലത്താണ് രാജ്യത്ത് വലിയ വിപ്ലവകരമായ നിയമങ്ങൾ ഉണ്ടായത്. വിദ്യാഭ്യാസം മൗലിക സ്വാതന്ത്ര്യമാക്കി, മൗലിക അവകാശമാക്കി നമ്മുടെ ഭരണഘടനയിൽ അത് എഴുതിച്ചത്. അതുപോലെ വിവരാവകാശ നിയമം രാജ്യത്ത് നടപ്പാക്കിയത്. വനങ്ങളിൽ താമസിക്കുന്ന ആദിവാസികൾക്ക് അവരുടെ ഭൂമി അവരുടെ അവകാശമാക്കി പ്രഖ്യാപിച്ചത്. എത്രയെത്ര ഉദാഹരണങ്ങൾ വേണം പറയുവാനായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി കാലം എന്ന് പറഞ്ഞ് രാജ്യത്തിന് ഏറ്റവും നല്ല കാലമാണിതെന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. രാജ്യത്ത് മൊബൈൽ ഫോൺ കൊണ്ടുവന്നത് ഒടുവില് അതിനെ സംബന്ധിച്ച പരാതികളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ രാജ്യത്തിന്റെ നന്മയെ കരുതി എല്ലാ കാര്യങ്ങളും ചെയ്ത പ്രഗത്ഭനായ ഒരു രാജ്യതന്ത്രജ്ഞനും സാമ്പത്തിക വിദഗ്ധനും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ധനകാര്യമന്ത്രി ആയിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം